ഒരുപാട് കുടുംബങ്ങൾ ഡിവോഴ്സിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ശിഥിലമാകുന്നത് ഫാമിലിയിൽ നടക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങൾ കൊണ്ടാണ്. കുട്ടികളെ അച്ഛൻ പീഡിപ്പിക്കുന്നു, കുട്ടികളെ അമ്മ പീഡിപ്പിക്കുന്നു, ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. ഇതിനെയൊക്കെ കുറിച്ചാണ് നമ്മുടെ അടുത്ത സെഷനിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു സെക്സിൻ്റെ അങ്ങേ അറ്റം ഈ കുഞ്ഞ് അങ്ങ് വയ്യാതെ ഇരുന്ന സമയങ്ങളിൽ പോലും പീരീഡ്സ് ടൈമിൽ പോലും അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെടേണ്ടി വന്നു. അതും കാരണം അയാൾ കണ്ടിട്ടുള്ള മീഡിയസിൽ കണ്ടിട്ടുള്ള കുറേ പോൺ കണ്ടിട്ടുണ്ട്. അതെല്ലാം അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അയാൾക്ക് ഭയങ്കര സംശയം ആര് ആടായാലും സംശയമാണ്. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അയാൾക്ക് പ്രത്യേക സംരക്ഷണമൊന്നും കിട്ടുന്നില്ല. ഈ നിയമത്തിൻ്റെ വശത്തോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നില്ല. ആരോട് പറയാം, നമ്മൾ വീട്ടിൽ പാരൻസിനോട് പറയുമ്പോഴത്തേക്കും പാരൻസോട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, കുഴപ്പമില്ല, ഒരു കുട്ടിയായില്ലേ, മാറിക്കോളും, ശരിയാവും. 46 വർഷം ഒരു ജീവിതം മുഴുവനും ഒന്നിച്ച് കൂടിയവരാണ്. അങ്ങനെ ജീവിച്ചവർ 46-ാം വർഷത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആ ഇഷ്യൂ ഉണ്ടെങ്കിലും ആ ജീവിതം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അത് നമ്മളെല്ലാം ഇപ്പോഴത്തെ തലമുറ പഠിക്കേണ്ട കാര്യം. മാം, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചത് ആലിമണിയെ കുറിച്ചാണ്. അതിൻ്റെ പല വശങ്ങളും, അതിന് ഒരുപാട് കാര്യങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരുന്നു. അതിനൊക്കെ കുറിച്ച് എനിക്കും പ്രേക്ഷകർക്ക് വേണ്ടിയും മാം ഉത്തരം പറഞ്ഞു. ഈ ഒരാഴ്ച എനിക്ക് ചോദിക്കാനുള്ളത് സെക്ഷൽ അസോൾട്ടുകൾ, സെക്ഷൽ മാത്രമല്ല മാനസിക ശാരീരിക പീഡനങ്ങളെക്കുറിച്ചാണ്. ഒരുപാട് കേസസ് മാമിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുമല്ലോ. ആ രീതിയിലുള്ള എന്തെങ്കിലും മാമിനെ പിടിച്ചുലച്ച എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിട്ടുണ്ടോ? സെക്ഷലി അസോൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പീഡനം, വൈഫിനെയോ കുട്ടികളെയോ, ഇപ്പോൾ രണ്ടാനച്ഛൻ മക്കളെ പീഡിപ്പിക്കുന്ന കേസസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാമിന് പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതെന്ത് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് തോന്നി എന്തെങ്കിലുമൊക്കെ കേസസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ മുമ്പിൽ ഒരു ഡൈവോഴ്സിന് വരുന്ന കക്ഷികൾ ഒരിക്കലും അത് പറയത്തില്ല. സെക്ഷൽ അസോൾട്ടാണ് അതിൻ്റെ ഒരു പ്രൈമറി റീസൺ എന്നുള്ള പറയാനായിട്ട് ആദ്യം ബുദ്ധിമുട്ടായിരിക്കും. ജനറലി വരുമ്പോൾ റീസൺ എന്താ പറയുന്നത്? ആദ്യം ക്രൂവൽറ്റിയാണ് പറയുന്നത്. ക്രൂവൽറ്റി എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നത്. ക്രൂവൽറ്റി എന്ന് വെച്ചാൽ എല്ലാ രീതിയിലും അവർ ഉപദ്രവിക്കുന്നു, ഫിസിക്കലി മെൻ്റലി ക്രൂവൽറ്റി എന്നുള്ള രീതിയായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ആ ക്രൂവൽറ്റിയുടെ ഒരു ഡെപ്ത് എത്രയാണെന്ന് അറിയണം എന്നുള്ള രീതിയിൽ സംസാരിച്ച് കുറേ കൗൺസിലിംഗ് കൊടുത്ത് എന്താ അതിൻ്റെ കാരണം എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്ത് സെക്ഷൽ അസോൾട്ട് എന്നുള്ള രീതി വരുന്നത്. ഞാൻ ഒരു നോർമൽ ഡൈവോഴ്സ് ഫയൽ ചെയ്തിട്ട് ക്രൂവൽറ്റി തന്നെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ആ കുട്ടി ആയിട്ട് സംസാരിച്ചപ്പോൾ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് സെക്ഷൽ അസോൾട്ട് തന്നെയാണ് അതിൻ്റെ അകത്ത്. അതിൽ അയാൾ ഇവിടുന്ന് ഹസ്ബൻഡ് വൈഫിനെ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞുണ്ടായി. പിന്നെ അത് അയാൾ വിദേശത്തോട്ട് കൊണ്ടുപോയി. വൈഫിനെ ഷോർട്ട് വെക്കേഷന് 2 months വെക്കേഷന് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ അത് കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഇയാളൊരു പ്രത്യേക ഒരു രീതിയിൽ ജീവിക്കുന്നതാണ്. അയാൾ പല രീതിയിൽ പല ടൈപ്പ് ഓഫ് അയാൾക്ക് ഇഷ്ടങ്ങളാണുള്ളത്. അപ്പോൾ അയാളുടെ ഇഷ്ടങ്ങളെല്ലാം ഈ വൈഫിലോട്ട് അടിച്ചു വയ്ക്കുക. അത് സെക്ഷലി ആയിട്ടുള്ള അയാളുടെ മൈൻഡിൽ കുറേ കാര്യങ്ങളുണ്ട്. സോഷ്യൽ ഇത് മീഡിയസിൽ കൂടെയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അത് അയാൾ അത് പ്രാക്ടിക്കലാവാൻ നോക്കുന്നത് വൈഫിൽ കൂടെ. അപ്പോൾ ആ കുട്ടിക്ക് അത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് മാനസിക വൈകൃതമാണ്, അതിൻ്റെ ഒരു എക്സ്ട്രീമാണ്. അതിൻ്റെ അങ്ങനെ എക്സ്ട്രീമായിരുന്നു. ഈ കുട്ടീനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഒരു സെക്സിൻ്റെ അങ്ങേ അറ്റം ഈ കുഞ്ഞ് ആ കുട്ടി അതാണെങ്കിൽ ഒരു ഇച്ചിരി അത്രയും ആരോഗ്യമൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണ്. എന്നെ കണ്ടു കഴിഞ്ഞാൽ വീട്ടിലും മാത്രം പുറത്ത് ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വിടാതെ 2 മാസം അതവിടെ കിടന്നതങ്ങ് കുട്ടിയുണ്ട്. ഈ സെക്ഷലി എന്നെ ഹരാസ് ചെയ്തു. പക്ഷെ അയാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡും വൈഫും ആയിട്ട് ചെയ്യുന്നത് ഉള്ളൊരു റിലേഷനാണ്. അങ്ങനെ റൈറ്റ് ഉണ്ടോ? ഹസ്ബൻഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാരിറ്റൽ റേപ്പ് ചെയ്യാവുന്ന ഗ്രൗണ്ട്? മാരിറ്റൽ റേപ്പ് ഇല്ല. റേപ്പ് എന്ന് പറഞ്ഞാൽ ആ വാക്കവിടെ വരാൻ പാടില്ല. ഇതൊരു ലവ് ആൻഡ് അഫെക്ഷനിൽ കൂടെയാണ് ഉണ്ടാവേണ്ടത്. ഒരു ടച്ച് പോലും അവിടെ ഒരു ലവ് ഇല്ലെങ്കിൽ, അത് ഇല്ലെങ്കിൽ അത് ക്രൈമായിട്ട് മാറുകയാണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഈ കുട്ടീനെ അത്രയ്ക്ക് വന്ന് ഇയാൾ ഈവൻ ആ കുട്ടി എന്നോട് പറഞ്ഞത് അതിന് വയ്യാതെ ഇരുന്ന സമയങ്ങളിൽ പോലും പീരീഡ്സ് ടൈമിൽ പോലും അതുമായിട്ട് അങ്ങനെ ബന്ധപ്പെടേണ്ടി വന്നു. അതുകൊണ്ട് അതിന് ഇഷ്യൂസ്
ഭയങ്കര പ്രോബ്ലമായി. വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുകയാണോ? ഈ 2 മാസം 2 മാസം അവിടെ പോയപ്പോഴാണ് അത് അനുഭവിച്ചത്. ഇവിടെയാണെങ്കിൽ അയാൾ ഒരാഴ്ചത്തേക്കൊക്കെ ലീവിന് വരുന്നതല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ വരുന്നതുകൊണ്ട് അന്ന് പിന്നെ ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട് അത്രയും ഇല്ല. പക്ഷെ അത് പുറത്ത് പറഞ്ഞില്ല. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും പെട്ടെന്ന് അവർ പുറത്ത് റിവീൽ ചെയ്യത്തില്ല. പക്ഷെ അവിടെ ചെന്ന് ഇത് ഒന്നിച്ചവിടെ ആയപ്പോഴത്തേക്കും ആ കുട്ടിക്കത് സഹിക്കാൻ പറ്റാവുന്നതായ ഹെൽത്ത് ഇഷ്യൂസ് ബാധിച്ചു. അപ്പോൾ അത് അയാൾ വീട്ടിൽ പൂട്ടിയിട്ടിട്ടാണ് പോകുന്നത്. എന്നുവെച്ചാൽ പുറത്തിറങ്ങണ്ട, അവിടെ മാനസിക രോഗി തന്നെയാന്ന് തോന്നുന്നു. പക്ഷേ അയാളുടെ വേർഷൻ വേറെയാണ്, അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഈ കുട്ടിക്ക് ഒട്ടും വയ്യാതായപ്പോൾ ഈ കുട്ടി ഒരു ഫോൺ എടുത്ത് അയാൾ എന്നെ പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ ഉണ്ടായിരുന്നു. അയാൾ വിളിച്ചിട്ട് എനിക്ക് തീരെ വയ്യ, എനിക്ക് എന്തായാലും എനിക്ക് നാട്ടിൽ പോയേ പറ്റത്തുള്ളൂ, അതിനുള്ള ഏർപ്പാട് എന്താണെന്ന് വെച്ചാൽ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഫ്രണ്ട് ഇയാളോട് ഹസ്ബൻഡിനോട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല. അപ്പോൾ എന്താണെന്നുള്ള കാര്യം റിവീൽ ചെയ്യേണ്ടി വന്നു. കാരണം അയാൾ ആ ഫ്രണ്ടിൻ്റെ വൈഫിനോടും പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ എന്തെന്ന് വെച്ചാൽ ഇല്ല, ഇവൾക്ക് അതിനോടൊന്നും താല്പര്യമില്ല, സെക്സിനോട് താല്പര്യമില്ലാത്തൊരു കുട്ടീനെയാണ് ഇവിടെ കൊണ്ട് എനിക്ക് കല്യാണം കഴിപ്പിച്ച് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഞാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും, അതായത് പുള്ളിക്കാരൻ ഫോഴ്സ് ചെയ്യുന്നില്ല, നോട്ട് ഇൻട്രസ്റ്റഡ്. അതുകൊണ്ട് വീട്ടിൽ പൂട്ടിയിട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് അവിടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തു. കാരണം ശരിക്കും ഏതാണ് സത്യാവസ്ഥ? സേഫ്റ്റിക്ക് ചെയ്താലും ഇപ്പം നമ്മൾ സേഫ്റ്റിക്ക് പോലെ നമ്മൾ കീ അകത്ത് ഏൽപ്പിക്കും. കാരണം അകത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അവർക്ക് പുറത്തിറങ്ങണം. ആരുമായിട്ട് ഒരു ഗൾഫ് ഖത്തറിലാണെന്ന് തോന്നുന്നത്, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇവരും ആ കൊച്ചും മാത്രം ഒരു റൂമിൽ. അപ്പം ഇയാൾ എല്ലാം ഇതാണ്. അപ്പം അയാളുടെ ഒരു മോട്ടീവ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ 3 months അതിൻ്റെ ഒരു സെക്ഷൽ അയാൾക്കത് ഫുൾ എക്സ്ട്രീംസിൽ അയാൾക്കത് യൂസ് ചെയ്യുക. അതുമല്ല ആ കുട്ടി പറയുന്നത് ഞാൻ ഒറ്റയ്ക്ക് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് നമ്മൾ വേണോ, ഒരു കുഞ്ഞുള്ളതല്ലേ, ആ കുട്ടിക്ക് ജോലിയൊന്നുമില്ല, നമുക്കിതൊന്നും സംസാരിച്ച് ഒരു സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് തീർക്കാമല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഒരിക്കലും പറ്റത്തില്ല, ഇനി എനിക്ക് പറ്റില്ല, അത്രത്തോളം ഞാനത് സഫർ ചെയ്ത് കഴിഞ്ഞു. കാരണം അയാൾ കണ്ടിട്ടുള്ള മീഡിയസിൽ കണ്ടിട്ടുള്ള കുറേ പോൺ കണ്ടിട്ടുണ്ട്, അതെല്ലാം അത് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ആ കുട്ടിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനപ്പുറമാണ്. അതുകൊണ്ട് അത് വെച്ചപ്പോൾ ശരി. അപ്പോൾ അതിൻ്റെ സ്ട്രോങ് ഡിസിഷൻ എനിക്കിനി വേണ്ട. പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കൂടിയും ഫോഴ്സ്ഫുള്ളി ഒരാളെ ടച്ച് ചെയ്യാനുള്ള റൈറ്റ് അപ്പുറത്തിരിക്കുന്ന ആൾക്കില്ല. ഇല്ല, അത് വൈഫാണെങ്കിൽ പോലും പറ്റില്ല. വൈഫാണെങ്കിൽ പോലും അങ്ങനെ കൺസേൺ ഇല്ലാതെ അങ്ങനെ ചെയ്യാൻ പാടില്ല. എങ്കിൽ അത് റേപ്പ് എന്നുള്ള സ്റ്റാറ്റസിലോട്ട് പോകും. കേസ് എങ്ങനെയാണ് മുന്നോട്ട് പോകണേ? അപ്പോൾ ആ കേസ് അപ്പോൾ അവർക്ക് കേസ് ഡിവോഴ്സ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ നോട്ടീസ് സ്റ്റെപ്പ് പോയി നാളെ അവരുടെ അപ്പിയറൻസിന് വേണ്ടിയിട്ടുള്ളതാണ് വെച്ചേക്കുന്നത്. അപ്പം നോർമൽ ഡിവോഴ്സാണ്. ഇതാണ് ഇതിന് മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോഴത്തേക്കും ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ ഇതൊരു ലോങ് പ്രോസസ്സാണ്. ഫസ്റ്റ് സ്റ്റേജ് എത്തിയതേ ഉള്ളൂ. ഇനി അയാൾ വന്ന് അപ്പിയർ ചെയ്യണം, അയാളുടെ സൈഡ് പറയണം, അതിൻ്റെ അകത്ത് ശരിയും തെറ്റും പറയണം, കൗൺസിലിങ്ങിന് പോകണം. ഇതെല്ലാം കഴിഞ്ഞ് വേണം എവിഡൻസ് സ്റ്റേജിലോട്ട് ചെന്നിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ഗ്രാൻഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് കോടതി തീരുമാനിക്കത്തുള്ളൂ. അപ്പോൾ അത് നോർമലി 5 to 7 years ടൈം എടുക്കും. മ്യൂച്വലി പുള്ളി റെഡിയല്ല എന്ന് പറഞ്ഞാൽ ഈ നോട്ടീസ് കിട്ടിയ ഉടൻ അവരുടെ സൈഡിൽ നിന്ന് ഒരാൾ എന്നെ വിളിച്ചിരുന്നപ്പോൾ അപ്പോൾ അവരുടെ സൈഡ് എന്നെ ജസ്റ്റിഫൈ ചെയ്യായിരുന്നു. ഈ എന്നോട് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് താല്പര്യമില്ല, പിന്നെ എങ്ങനെയോ ഒരു കുഞ്ഞ് കിട്ടി, അതുകൊണ്ട് അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആ കുട്ടി ഒരിക്കലും സെക്സിന് താല്പര്യം കാണിക്കാത്തൊരു കുട്ടിയാണ്, അതിനെന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്നുള്ള രീതിയിലാണ് അവരിങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്, ആ കുട്ടിക്ക് എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലയൻറ്റ് എന്ത് പറയുന്നോ അതാണ് ഞാൻ ശരിയെന്ന് വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ആൾക്ക് അവർക്ക് എന്താണ് അവർക്ക് വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. അതിലൊരു ശരിയില്ല എന്ന് തോന്നിയാൽ ഞാൻ അതിൻ്റെ കറക്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ ആയിക്കൂടെ, ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് നമുക്കതിൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കാം. എന്നിട്ടും അവർ അഡമൻ്റ് ആണ്, ഇല്ല അവരുടെ ലൈഫാണ്. അപ്പോൾ ഈ കുട്ടി എന്നോട് ഞാൻ പറഞ്ഞു ഇതാണ് ഒന്നും കൂടെ നമുക്കൊന്ന് ചെയ്യാം എന്ന് പറഞ്ഞപ്പം ഇല്ല മാഡം വേണ്ട, ഞാൻ എത്ര കൗൺസിൽ ചെയ്താലും അവർ മാറിക്കൊള്ളണമെന്നില്ലല്ലോ. ഇത്രയും മാനസിക വൈകൃതം ഉള്ള ഒരാളെ എങ്ങനെ മാറാനാ? അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് ഒരു ഇതൊന്നും മനസ്സിൽ ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാലേ അതിന് വേറൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പം അങ്ങനെ ഇരിക്കുകയാണ്, എൻ്റെ അടുത്ത് നാളെ നമുക്കറിയാൻ പറ്റുള്ളൂ. അതിൽ ഇപ്പം പറയുകയാണെങ്കിൽ ഒരു 35 years മാരേജ് കഴിഞ്ഞ ഒരു ലേഡി എന്നെ
കാണാൻ വന്നു. എനിക്ക് നേരമേ അറിയാവുന്നവരാണ്. അപ്പം കുശലങ്ങൾക്ക് അന്വേഷിച്ചു, മേഡം ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ് എന്ന് ചോദിച്ചു. അപ്പം എന്താ, ഞാൻ ഒരു മകളുണ്ട്, ഒറ്റ മകളാണ്. അപ്പോൾ ആ മകളുടെ വിഷയം ചോദിച്ചപ്പോഴത്തേക്കും മകൾ കല്യാണം കഴിഞ്ഞു, 8 വർഷം കണ്ടേ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്താ, അപ്പം പിന്നെ വേറെ പ്രശ്നമില്ലല്ലോ, എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് വേണം, എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് ഡൈവോഴ്സ് വേണം, എന്നെക്കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം അത് എനിക്ക് അയാളെ അറിയാവുന്ന ആളാണ്. എന്താ കാര്യം അത്? അപ്പം ഞാൻ ഇത്ര കല്യാണം, അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് എത്ര വർഷമായി എന്ന് ചോദിച്ചു. 35 years ആയി. സഹിച്ചു. അപ്പം ചോദിച്ചു, അത് മാഡം ഇത് അന്ന് മുതൽ, കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ എനിക്ക് ഇതാണ്, അയാളെ കൊണ്ട് സഹിക്കാൻ പറ്റാണ്ട്. അപ്പം ഇനി വേറെ ഒരു ഇല്ല. ഇപ്പം മോള് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. കുട്ടികൾ വളരുമ്പോൾ അവർ കുറച്ചുകൂടെ വേറെ ഇത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സെപ്പറേറ്റ് ചെയ്യാം. മോള് അപ്പം എന്താ അപ്പം എനിക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി എന്താ അയാൾ ചെയ്തു എന്നുള്ളത്. അപ്പം ഇയാൾ തന്നെ പറയുന്നു, അവർ പറയുന്നു വേറെ പ്രശ്നമൊന്നുമില്ല, കുടുംബമൊക്കെ നോക്കും. അയാളാണെങ്കിൽ ഗവൺമെൻറ് സർവൻ്റ് ആയിരുന്ന ഒരാളാണ്, പോലീസിൽ ജോലി ഉണ്ടായിരുന്നു. ഇപ്പം അയാളും റിട്ടയറായി. അന്നേരം പറയുന്നതെന്ന് വെച്ചാൽ അയാൾ ബാക്കി ഫാമിലി നോക്കുന്നതിലൊന്നും പ്രശ്നമൊന്നുമില്ല, നല്ലവണ്ണം നോക്കുന്നു, കാര്യങ്ങളൊക്കെ നോക്കുന്നു. പക്ഷെ അയാൾക്ക് ഭയങ്കര സംശയം. ആരായാലും സംശയമാണ്. വീട്ടിലൊരു പത്രം ഇടാൻ വരുന്ന ആൾ വന്നാലും അയാളോട്, പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആരോടും ഫോണിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അത് സംശയമാണ്. അങ്ങനെ ആ കല്യാണം കഴിഞ്ഞ്, അതായത് അവർ കല്യാണം കഴിഞ്ഞ് വന്ന നല്ല പ്രായം തൊട്ട് ഇപ്പം അവളുടെ വരെ മകളെ കല്യാണം കഴിച്ചു വിട്ടു. അത് കഴിഞ്ഞിട്ടും ആ പ്രശ്നം തന്നെ ഇപ്പോഴും തുടരുകയാണ്. പുള്ളിക്കാരത്തി അങ്ങനെ വർക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവർ ഹൗസ് വൈഫാണ്. അപ്പോൾ ആ ഇടയ്ക്ക് അപ്പോൾ ഇവരെ എനിക്ക് പരിചയം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കാലത്തിന് മുമ്പ് ഇവരൊരു PG നടത്തി. അപ്പോൾ അത് സ്വന്തമായിട്ട് ആ ഹസ്ബൻഡ് പെൻഷനായി സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്യാം എന്നുള്ള. അപ്പം ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ ഞാനപ്പോൾ അയാളുടെ ചിലവിലൊന്നും വേണ്ട, ഞാൻ സ്വന്തമായിട്ട് ചെയ്തോളാം, ജീവിച്ചോളാം. ഇത്രയും നാൾ മോൾക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. എൻ്റെ ആവശ്യമില്ല, ഇനിയിപ്പോൾ വേണ്ട, എനിക്ക് അയാളുടെ ഒന്നും വേണ്ട, പെൻഷനും വേണ്ട, ഒന്നും വേണ്ട. ഇൻഡിപെൻഡൻസ് ഇല്ലാത്തത് വലിയൊരു ഘടകമാണ്. ആദ്യമേ കയ്യിൽ അത്യാവശ്യം പൈസ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആണ് എന്നൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് കളയാം എന്നൊരു തോട്ടെങ്കിലും വരും. ഇത് പേടിച്ച് നമ്മൾ അതിൽ തന്നെ നിന്നു പോകുന്നതല്ലേ. അത് ഇൻഡിപെൻഡൻസ് ഇല്ല എന്നുള്ളത് കൊണ്ട് ആണ് കൂടുതലും നിൽക്കുന്നത്. പിന്നെ ഫാമിലി വേണം. ഫാമിലിയിലോട്ട് നമുക്ക് കളഞ്ഞുകൊണ്ട് പോയാൽ, പ്രത്യേകിച്ചൊരു കുഞ്ഞായി കഴിഞ്ഞാൽ കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ച് പോയാൽ എവിടെ പോവും? അവർക്ക് പോകാനൊരു സ്ഥലം കാണത്തില്ല. കാരണം വീട്ടുകാർ കിടക്കുന്ന വീട് വരെ വിറ്റിട്ടായിരിക്കും ഈ കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീക്ക് പിന്നെ ഇവിടെ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് തിരിച്ച് കയറാൻ സ്ഥലമില്ല. അങ്ങനെ ഒരു വലിയ വിഭാഗം സ്ത്രീകളുണ്ട്. തിരിച്ച് പോയാൽ എന്ത് ചെയ്യും? വീട്ടുകാരെന്ത് പറയും? അഡ്ജസ്റ്റ് ചെയ്യും. ഈ വഴക്ക് പറഞ്ഞു, ഈ വഴക്കിൻ്റെ ഡെപ്ത് എന്താണ്, അല്ലെ അവർക്ക് മാനസികമായിട്ട് വരുന്ന പ്രശ്നം, അല്ലെ അവരനുഭവിക്കേണ്ടി വരുന്ന വേദന, അത് വീട്ടുകാർ മനസ്സിലാക്കത്തില്ല. അത് വഴക്കുണ്ടായി, അപ്പം സ്വാഭാവികമായിട്ട് അച്ഛനല്ലേ അമ്മ പറയും അഡ്ജസ്റ്റ് ചെയ്യാതെ അങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ള വാക്കിലെ പറഞ്ഞു. അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഇത് കൂടുന്നത്, അതിൻ്റെ ഡെപ്ത് വെലോസിറ്റി കൂടുമ്പോഴാണ് ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾക്ക് കണ്ട 2 ഗൾഫിൽ നടന്ന 2 മരണങ്ങൾ, ആത്മഹത്യ ചെയ്തത്. കാരണം ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഈ നിയമത്തിൻ്റെ വശത്തോട്ട് പോകണം എന്ന് അവർ ചിന്തിക്കുന്നില്ല. ആരോട് പറയാം? നമ്മൾ വീട്ടിൽ പാരൻസിനോട് പറയുമ്പോഴത്തേക്കും പാരൻസ് ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, കുഴപ്പമില്ല, ഒരു കുട്ടിയായില്ലേ, മാറിക്കോളും, ശരിയാവും എന്ന് വിചാരിച്ചു ഇരിക്കുമ്പോഴത്തേക്കും ഇയാളുടെ ക്രൂവൽറ്റി കൂടിക്കൊണ്ട് വരുന്നത്. പുള്ളി ഒരു സൈക്കോ ഒക്കെ പോലെ അങ്ങ് ഫിസിക്കലി അസോൾട്ട് ചെയ്ത് പാടും. അസോൾട്ട് ചെയ്യുക മാത്രമല്ല, നമ്മുടെ ഇപ്പം മരണം നടന്ന ആ കേസിലാണെങ്കിൽ അയാളത് എൻജോയ് ചെയ്യാണ്. അങ്ങനെ ചെയ്തിട്ട് അയാളത് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാണ്. അപ്പം പുറത്ത് മീഡിയയുടെ മുന്നിലുള്ള അഭിനയമാണ്. അത് കണ്ടാൽ പറയത്തില്ല പുള്ളിയെ രാത്രി കാണിച്ചു വെക്കുന്നത്. ചെയ്തിട്ട് എന്നിട്ട് അയാൾ പറഞ്ഞു ഞാൻ ചെയ്തതിൽ തൂങ്ങി നിന്നതാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ അയാളുടെ സൈഡ് പറഞ്ഞെങ്കിലും അപ്പം അയാൾക്ക് ഭാര്യ മരിച്ചതിൻ്റെ ഒരു വേദന അയാളുടെ മനസ്സിലില്ല, അയാളുടെ സംസാരത്തിലും ഇല്ല. പക്ഷേ കൊടുക്കണം അവാർഡ്. പക്ഷേ ഇങ്ങനെ മരിച്ചത് ഇന്നാണ്, പക്ഷെ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൽ ഒന്നുമില്ലാതെ അങ്ങനെ വരില്ലല്ലോ. ചുമ്മാ കാണിക്കാനായിട്ട് ദേഹത്തൊക്കെ മുറിവുകൾ ഉണ്ടാക്കി അത് അങ്ങനെ ക്യാപ്ചർ ചെയ്യേണ്ട കാര്യമില്ല. അയാൾ തന്നെ അത് ചെയ്ത് അയാൾ അത് എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പം അത് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ അത് സഹിക്കുന്നവരുണ്ടായിരിക്കും. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് പുറത്ത് വരണം എന്ന് സ്ത്രീകൾ ചിന്തിക്കുന്നത് കൊണ്ട്
ആയിരിക്കാം മേ ബി നമുക്ക് നമ്മുടെ ഇവിടെ ഡൈവോഴ്സ് കേസിൻ്റെ ഒരു എണ്ണം കൂടുന്നതിൻ്റെ ഒരു കാരണവും കൂടെ ആയിരിക്കും. എന്തിനും നമ്മൾ സഹിക്കുന്നു. അപ്പോൾ ഈ ലേഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് എന്നതാന്ന് വെച്ചാൽ, എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ മകൾക്കറിയാം, മകൾ അന്ന് മുതലേ കാണുന്നതാണ് അച്ഛനിങ്ങനെ ഉപദ്രവിക്കുന്നത്. അപ്പോൾ മകൾ ചോദിക്കുകയാണ്, അമ്മയ്ക്കിത് ഡൈവോഴ്സ് ചെയ്തൂടെ? സംശയത്തിൻ്റെ പേരിൽ ഡെയിലി അടിക്കും ഉപദ്രവിക്കും. അവർ പറയും ഉറക്കം എണീറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കാണുന്ന ഇയാളുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ അന്നേരം തുടങ്ങും. ഇപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന അവരുടെ വീട്ടുകാരുള്ള സഹോദരങ്ങളെ വെച്ച് ഒക്കെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അതും ഇവർക്ക് നിയമം പാലിക്കേണ്ട ആൾക്കാരാണ് വീട്ടിൽ കിടന്ന് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. അതിൻ്റെ അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ പൊതുവേ ഡിവോഴ്സിനോട് താല്പര്യം അധികം കാണിക്കാത്തതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു നമുക്ക് ആലോചിക്കാം, നോക്കാം എന്ത്. ആദ്യം അപ്പോൾ ഇയാളൊരു പോലീസ് ഓഫീസറാണ്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്കൊരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കാം. ആ പ്രൊട്ടക്ഷൻ ഓർഡറിൽ ഇയാളൊന്ന് ഒതുങ്ങുന്നോ എന്ന് നോക്കാം. പക്ഷേ അവരെന്നോട് തീർത്തു പറയണേ എനിക്കൊന്നും വേണ്ട, അയാളുടെ പെൻഷന് വേണ്ട, ഒന്നും വേണ്ട, അത്രയും. അപ്പോൾ അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവർ അത്രയും സഫർ ചെയ്തിരിക്കുകയാണ്. സഫർ ചെയ്തിട്ടാണ് അവർ ആ തീരുമാനം എടുത്തത്. അല്ലാതെ അവർ ക്യാഷ് അത് വെക്കിയത് പറയുന്നത് അയാൾ പറഞ്ഞുകൊണ്ട് തീർക്കുന്നു. ബാക്കി അയാൾ കുടുംബം നോക്കുന്നുണ്ട്, വേറെ പ്രശ്നമില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് ഒന്നുമേ വേണ്ട, എനിക്ക് ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് സമാധാനമായിട്ടിരിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞാണ് മുന്നിൽ വന്നത്. അപ്പോൾ ഞാൻ നോക്കി നമുക്കൊന്നും കൂടെ ഡിസ്കസ് ചെയ്യാം നമുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ചിട്ട് വരണമെന്ന് പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. ഇനി അടുത്തത് ഒന്നും കൂടെ സംസാരിച്ചിട്ട് ആദ്യം ഞാൻ മനസ്സിൽ കാണുന്ന ഒരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കുക, കോടതിയിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ട് അത് പ്രൊട്ടക്ഷൻ ഓർഡറിൻ്റെ യൂസ് എന്താണ്, എങ്ങനെയൊക്കെ ആയിരിക്കും സ്ത്രീ സംരക്ഷിക്കപ്പെടുന്നത്? ഇപ്പം ഈ കേസിലാണെങ്കിൽ പോലീസ് ഓഫീസർ റിട്ടയർഡാണ്. പോലീസ് ഓഫീസർ ആയതുകൊണ്ട് അയാൾക്ക് പ്രത്യേക സംരക്ഷണമൊന്നും കിട്ടുന്നില്ല. അത് നമുക്ക് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നതിന് ശേഷം, അതായത് സ്ത്രീകൾക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് ഉണ്ടായിരിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓർഡർ, റെസിഡൻഷ്യൽ ഓർഡർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കിവിടെ താമസിക്കാൻ, കല്യാണം കഴിച്ചു പോകുന്ന വീട്ടിൽ ഭർത്താവിൽ നിന്നോ കുടുംബാംഗങ്ങളിൽ നിന്നോ ഇൻലോസിൽ നിന്നോ എന്തെങ്കിലും പീഡനങ്ങൾ ഏർപ്പെടുത്താൽ, അത് വാക്കാലോ അടി തന്നെ ആവണമെന്നില്ല, ഫിസിക്കൽ അസൾട്ട് ആവണമെന്നില്ല, എന്ത് വാക്കുകൊണ്ട് പോലും ഒരു ഇതുണ്ടായാൽ അതിനെതിരായിട്ട് നമുക്ക് കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡറിന് അപേക്ഷ കൊടുത്ത്, മജിസ്ട്രേറ്റ് കോടതിയിലാണ് അത് കൊടുക്കുന്നത്. ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ വന്നാൽ അവരത് നോക്കിക്കോളും. പിന്നെ അവരാണ് ആ ബാധ്യത നോക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉടനെ അവിടെ എത്തും. അവരത് ബൗണ്ട് ടു ഡു ആണ്. അവർ വന്ന് ആ സ്ഥലത്തൊക്കെ വന്ന് രാത്രിയൊക്കെയുള്ള നിയമ നടപടികൾ എങ്ങനെയായിരിക്കും അങ്ങനെ വന്നു കഴിഞ്ഞാൽ? അതിൻ്റെ അകത്ത് പ്രൊട്ടക്ഷൻ ഓർഡർ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതായത് നമ്മുടെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ഏൽപ്പിക്കുക. അപ്പോൾ അതവർ നോട്ട് ചെയ്ത് വെക്കുകയും അത് എന്ത് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കണമെന്ന് പറയാം. അവർ ഉടൻ ഓൺ ദ സ്പോട്ട് എത്തും എന്നുള്ളതാണ് അതിൻ്റെ അകത്ത്. പണം അപ്പം അവർക്ക് വന്ന് കഴിഞ്ഞ് അപ്പോൾ ഇതിൽ നമ്മൾ എടുക്കുമ്പോൾ അയാൾക്കൊരു ഭയം ഉണ്ടാവും, വിരട്ടി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഡർ. പിന്നെ ആ സ്ത്രീക്കൊരു ബലം എനിക്കുണ്ട്, എന്നെ തൊട്ടാൽ ഇത് ചെയ്യും, പോലീസുണ്ട്, നിയമമുണ്ട്, നിയമത്തിനുണ്ട് എന്നുള്ള. കാരണം ഈ പ്രൊട്ടക്ഷൻ ഓർഡർ ഇത് വന്നില്ലേ കോടതി അവരോട് പോലീസിനോട് ചോദിക്കും, നിങ്ങളുണ്ടായിട്ട് എന്തുകൊണ്ട് നിങ്ങളത് നോക്കിയില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ഈ പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിച്ചിട്ട് ഒതുങ്ങിയ ആളുകളുണ്ട്. എനിക്ക് കക്ഷികളുണ്ട്. പിന്നെ പോലീസ് ഓഫീസർ ആയതുകൊണ്ട് നിയമവശം അറിയാവുന്നത് കൊണ്ട് ചിലപ്പം അയാൾ എങ്ങനെയാണ് ഇതില്ല, ചിലപ്പം ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത വേറൊരു രീതിയാണ്. മേ ബി ഇത്രയും 35 വർഷം ഇവർ സഹിച്ചു, ഇപ്പൊ അവരൊരു സ്റ്റെപ്പ് എടുത്തു. അപ്പൊ ഇനി ഞാനൊന്ന് ഒതുങ്ങിയില്ലെങ്കിൽ ഇയാള് എന്ന് വിചാരിച്ച് ഒതുങ്ങിയാൽ ഒരു ഡിവോഴ്സിൽ നിന്ന് മാറാമല്ലോ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. അതിലെന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അതിൽ വാല്യൂ ഉണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ റബേക്ക അങ്ങനെ പറയും, ഞാൻ കുറച്ചും കൂടെ പഴയതാണ്, ഞാൻ എപ്പോഴും ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നതും. അതൊരു സന്തോഷം ഇല്ലെങ്കിൽ മാം ആ ഒരു കുടുംബജീവിതത്തിന് അർത്ഥമുണ്ടോ? ഇപ്പൊ ഇവരുടെ കേസിൽ ഞാൻ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഫാക്ടർ എപ്പോഴും വേണം. ഇപ്പോഴായാലും പഴയ ജനറേഷൻ ആയാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു, ക്ഷമിക്കുന്നു, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. പക്ഷേ ഒരു സന്തോഷം ഇല്ലാതെ, ആളുടെ അടുത്ത് ഒരു സ്നേഹം ഇല്ലാതെ, ഇങ്ങനെ പുള്ളിയെ പേടിപ്പെടുത്തി എന്നൊരു കാരണത്താൽ മാത്രം ആളെ പിടിച്ചു നിർത്തി പിന്നെ ആ ഒരു ഫാമിലി ലൈഫ് കൊണ്ടുപോയിട്ട് കാര്യമില്ല അങ്ങനെ. പക്ഷേ അതിൽ നിന്ന് അയാൾ മാറുകയാണെങ്കിൽ ഈ പറഞ്ഞത് ഓക്കെ ആണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ എന്ന് പറഞ്ഞ് ചാടിക്കയറി നമ്മൾ ഇപ്പം നടക്കുന്ന അങ്ങനെയാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ നടക്കുന്ന ഡിവോഴ്സ് എന്നൊക്കെ പറയുന്നത്, ചാടിക്കയറി കല്യാണം കഴിക്കും, വേണ്ടാന്ന് വെച്ചാൽ രണ്ടുപേരും മ്യൂച്വൽ തീരുമാനിക്കും, രണ്ടുപേരും വന്ന് ഡിവോഴ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ആർക്കും അവിടെ ഒരു റിഗ്രറ്റ് വരുന്നില്ല. അപ്പം നമ്മൾ ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്കുണ്ട്, ആ ഒരെണ്ണം നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്.
കാരണം നമ്മളിത് ചിട്ടവട്ടം എങ്ങനെയാണ്, ഒരു ഫാമിലി കല്യാണം കഴിച്ചു, അതിൽ കുഞ്ഞുങ്ങളുണ്ട്, നമ്മളങ്ങനെ പരസ്പരം ബഹുമാനിക്കണം, അച്ഛനെ ബഹുമാനിക്കണം, അമ്മയെ അല്ലേ വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ വരുന്ന കാരണം എന്താണ്, അത് നമ്മൾ ഓരോ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഫാമിലിയിൽ ഒരു ഇഷ്യൂ വരുന്നെങ്കിൽ അവരുടെ പാരൻസിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ അവർക്കും ഇതുപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നതാണ്. അവർ സഹിച്ച് ജീവിച്ചു, ആ ട്രോമ അടുത്ത ജനറേഷനിലേക്ക് സഫർ ചെയ്യുന്നു എന്നൊരു സാധനമാണ്. അത് വേണ്ട, സഫർ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് സഫർ ചെയ്യേണ്ട, വിട്ടുപോകും, മൈ ലൈഫ് എന്ന് പറഞ്ഞ് നമുക്ക് ജീവിക്കാം. അത് നല്ല കാര്യമാണ് അപ് ടു സം എക്സ്റ്റെൻറ്റ്. പക്ഷേ ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു സമയം വരുമല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ വയസ്സായ നോക്കുന്ന ഉറപ്പുണ്ടാവുക. അതാണ് എൻ്റെ വേറെ ചോദ്യം. നല്ല ആളാണ്, നമ്മളെ കെയർ ചെയ്യുന്നു, തിരിച്ച് കെയർ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് എക്സ്പെക്ട് ചെയ്യും. ഇങ്ങനത്തേക്കുള്ള ആൾക്കാർ എണീച്ച് കിടക്കുമ്പോൾ ഇത്ര പീഡനം, വയ്യാതെയും കൂടെ കിടക്കുമ്പോൾ വല്ല കഥയും പറഞ്ഞു വന്ന് ഒറ്റ അടി, ഇതായിരിക്കും നടക്കാമോ? നടക്കില്ല. പക്ഷേ പോസിറ്റീവായിട്ട് കാണുന്നതാണ് ഓൾഡ് ഏജ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. അതായത് ഇപ്പോഴത്തെ നമ്മൾ നോക്കിയാൽ ഉത്തരവാദിത്തമൊക്കെ കഴിഞ്ഞു, മക്കളെയൊക്കെ കഴിച്ച് വിട്ട് കഴിയുമ്പോൾ അവിടെ പിന്നെ ആവുന്നത് അച്ഛനും അമ്മയാണ്. ആക്ച്വലി അവിടെ ഒരു ലവും അഫെക്ഷനും അവിടെ കൂടുന്നത് ആ സമയമാണ്. ഞാൻ എൻ്റെ പാരൻസിൽ കണ്ടതാണ്. എൻ്റെ ഡാഡിക്കൊന്നും ഒരു ടൈമും ഇല്ലായിരുന്നു, ഒറ്റ ടൈമില്ല വീട്ടിൽ ഇരിക്കാനായിരുന്നു. പക്ഷേ ഡാഡിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഫാമിലി എന്ന് പറഞ്ഞാൽ അപ്പുറം ഇല്ല അങ്ങനെ. പക്ഷേ എനിക്കും കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ എബ്രോഡാണ് പോയത്, എൻ്റെ ബ്രദറും എബ്രോഡാണ്. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും മാത്രമായി. അപ്പോൾ ഡാഡി നേരത്തെ ഓഫീസിൽ നിന്ന് വരാൻ തുടങ്ങി. കാരണം മമ്മി മാത്രമേ ഉള്ളൂ വീട്ടിൽ, ഒറ്റയ്ക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർ കൂടുതൽ ബോണ്ട് കൂടുതലായി. ഓൾറെഡി ഉണ്ട്, മമ്മിക്കെന്ന് പറഞ്ഞാൽ ഡാഡി ഇല്ലാത്തൊരു ലോകം ഇല്ല. അങ്ങനെ തിരിച്ചായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ഒരു ഇൻറ്റിമസി എന്ത് വരുന്നത് കൂടുതലായി അവർക്ക്. അങ്ങനെയായിരുന്നു ഇത് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അതിൻ്റെയും ദോഷഫലം ഡാഡി ഇപ്പം ഇല്ല. 3 years ആയി ഡാഡി കടന്നു പോയിട്ട്. പക്ഷെ ഡാഡി പോയതിന് ശേഷം എൻ്റെ അമ്മ ആകെ തളർന്നു പോയി. ഡാഡി വലിയ പിന്നെ അവരുടെ ലോകം പോയി എന്നുള്ളത് കൊണ്ട് അവരാരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. പക്ഷെ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യുന്ന ഒരു സംഭവമാണ്. ബട്ട് നമ്മളത് മനസ്സിലാക്കുമ്പം അവർ അത്രത്തോളം അവരെ ഹസ്ബൻഡിനെ വിശ്വസിച്ചു, അവർ കുടുംബം ചെയ്തു, അവരെ കർത്തവ്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ ഇത് ചെയ്തു. അപ്പം എനിക്കത് റിക്കവർ ചെയ്തുകൊണ്ട് അച്ഛൻ പോയി, ഡാഡി പോയത് പോയി, അമ്മയെങ്കിലും തിരിച്ചു നിൽക്കണം എന്നുള്ള രീതിയിൽ പല രീതിയിൽ ചോദിച്ച് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തപ്പോൾ അവർ വായിന്ന് വന്നത്, ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു, ഇനി ഞാനൊരിടത്ത് ഒതുങ്ങി കൂടിക്കോളും. ആ രീതിയിലോട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ 46 വർഷം ഒരു ജീവിതം മുഴുവനും ഒന്നിച്ച് കൂടിയവരാണ്. അങ്ങനെ ജീവിച്ചവർ 46-ാം വർഷത്തിൽ ഭർത്താവ് നഷ്ടപ്പെടുമ്പോൾ അവർക്ക് ആ ഇഷ്യൂ ഉണ്ടെങ്കിലും ആ ജീവിതം എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു, അത് നമ്മളെല്ലാം ഇപ്പോഴത്തെ തലമുറ പഠിക്കേണ്ട കാര്യമാണ്. വെരി ഗുഡ് പേഴ്സൺ. അതുകൊണ്ടുള്ളൊരു അതായിരിക്കും അമ്മയ്ക്ക് അത്രയും വിഷമം വരുന്നത്. ഞാൻ മാമിന്റെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. എപ്പോഴും അച്ഛനെ കുറിച്ച് ഉള്ള ഓരോ ഫോട്ടോസും കാര്യങ്ങളും മൊമെന്റ്സും ഒക്കെ. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പോയതിന്റെ വിഷമം എന്താണെന്ന്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ അത് ചെയ്യുന്നെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ ഫാമിലിയിൽ വരുമ്പോൾ ആ ഒരു ബോണ്ടില്ല. ഈ റെബേക്കയുടെ ഇത് വരുമ്പോൾ നമ്മളത് സഹിക്കേണ്ട കാര്യം എന്ത്? ശരിയാണ്, സഹിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ജീവിതം എന്ന് പറയുന്നത് തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് അവസാനം വരെ വരുമ്പോൾ നമുക്കൊരു പാർട്ട്ണർ വേണം. ബട്ട് ഹി ഷുഡ് ബി എ ഗുഡ് പേഴ്സൺ. ഗുഡ് പേഴ്സണിൽ ചെറിയ കോംപ്രമൈസ് ഒക്കെ ചെയ്ത് അങ്ങനെയായിരിക്കും പാർട്ട്ണർ, അങ്ങനെയായിരിക്കും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് നമ്മൾ എടുത്തിട്ട് അടിക്കുന്നു, ശാരീരിക മാനസിക സെക്ഷൽ അസോൾട്ട് അതൊന്നും അതൊക്കെ ആണെങ്കിൽ അപ്പോൾ രണ്ട് കൊടുത്തിട്ട് തിരിച്ചു വരണം, അത് വേറെ വിഷം. അതാ ഞാൻ പറയാൻ, അത് ചെറിയ അടുത്തിന് ഉടനെ കളഞ്ഞിട്ട് പോകുന്ന കേസല്ല. റിയലി ഹാപ്പി ദാറ്റ് യു ഹാഡ് എ വെരി ഗുഡ് ചൈൽഡ്ഹുഡ്. അത് എനിക്ക് എടുത്തു പറയേണ്ട ഒന്നായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ സെക്ഷൽ അസോൾട്ട് ആയിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മാമിൻ്റെ ബാല്യകാലവും ആ അച്ഛൻ്റെ ആ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനും അതിൽ കുറച്ചൊന്ന് ലയിച്ചു പോയി. സോ എനിക്ക് ചിന്തിക്കുമ്പോൾ എപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഈ നമ്മൾ ഫാമിലീസിൽ പ്രത്യേകിച്ച് സ്ത്രീകൾ മെൻ്റൽ അസോൾട്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ട്, സെക്ഷൽ അസോൾട്ട് ഒക്കെ സഹിച്ച് നിൽക്കുന്നതിൻ്റെ പ്രധാന ഒരു ഘടകം എന്ന് പറയുന്നത് നമുക്കൊരു സെൻസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഇല്ല, നമുക്ക് ജോലിയില്ല, നമുക്ക് എന്ന് പറഞ്ഞ് നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത നിസ്സഹായമായ ചില സാഹചര്യങ്ങളിലാണ് വർഷങ്ങൾ, ഇപ്പോൾ പറഞ്ഞ 35 കൊല്ലമാണ് ആ സ്ത്രീ അത് സഹിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലേഡീസ്, വുമൻ, പ്ലീസ് ബി ഇൻഡിപെൻഡൻറ്റ്, പ്ലീസ് ബി ഓൺ യുവർ ഫീറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴത്തെ ഒരു കാലത്ത് പറ്റുള്ളൂ.